ഫണ്ട് വിവാദത്തിൽ ബി.ജെ.പി നേതൃത്വം ഡി.ജി.പിക്ക് പരാതി നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗത്തെ ചൊല്ലി ബി.ജെ.പിയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമാകുന്നു. പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വ്യാജ സർക്കുലറിനെതിരെ ഒടുവിൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം പോലീസിനെ സമീപിച്ചു. സംസ്ഥാന പ്രസിഡന്റിന്റെ പേരും ഒപ്പമുള്ള വ്യാജ ലെറ്റർ പാഡ് നിർമ്മിച്ച വാർത്ത ചമർച്ചവർക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നേതൃത്വം ഡി.ജി.പിക്ക് പരാതി നൽകി. സംസ്ഥാന സെക്രട്ടറിയായ വനിത, സംസ്ഥാന കമ്മിറ്റി അംഗം, മേഖലാ സെക്രട്ടറി എന്നിവരെ പാർട്ടിയുടെ എല്ലാവിധ സംഘടനാ ചുമതലയിൽ നിന്നും നീക്കിയെന്നാണ് 7-ന് പുറത്തിറങ്ങിയ സർക്കുലറിൽ പറഞ്ഞിരുന്നത്. ഇതോടെ സർക്കുലർ വ്യാജമാണെന്ന് നേതൃത്വം പത്രക്കുറിപ്പിറക്കി. സർക്കുലറിന് പിന്നിൽ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന് നേതൃത്വം സംശയിക്കുന്നുണ്ട്. ഫണ്ട് തിരിമറിയൽ ആരോപണ വിധേയരായവർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പണം ഉപയോഗിച്ചെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം. ഇതിനിടെയാണ് സർക്കുലറും പ്രചരിച്ചത്. സർക്കുലറിൽ പ്രസിഡന്റിന്റെ പേര് രാജീവ് ചന്ദ്രശേഖർ എന്നും പ്രഭാരിക്ക് പകരം പ്രഠാരി എന്നും തെറ്റായാണ് അച്ചടിച്ചിരിക്കുന്നത്. ബി.ജെ.പി ഓഫീസിന്റെ മുദ്രയും പതിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന നേതാക്കൾ ബാങ്ക് വായ്പ ഒറ്റത്തവണയായി അടച്ചു തീർത്തു. ഒരാൾ മുഴുവൻ പണവും നൽകി വാഹനം വാങ്ങിയെന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് പാർട്ടിക്കുള്ളിലും സമൂഹ മാധ്യമത്തിലും പ്രചരിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിദേശത്താണ്. ഇതിനിടെയാണ് അദ്ദേഹത്തിന്റെ ഒപ്പോടുകൂടിയ വ്യാജ സർക്കുലർ ഇറങ്ങിയത്. അദ്ദേഹം തിരിച്ചെത്തിയാൽ വിശദ പരിശോധനയുണ്ടാകും. സർക്കുലർ സത്യവിരുദ്ധമാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടും കണ്ടെത്തിയിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പത്രക്കുറിപ്പിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം കേരളത്തിലെ ബി.ജെ.പി ഫണ്ടിൽ നിന്ന് അഴിമതി നടന്നിട്ടില്ലെന്ന് ബി.ജെ.പി കേരള മുൻ അധ്യക്ഷൻ പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ഒരന്വേഷണവും നടപടിയും ഉണ്ടായിട്ടില്ല. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയതോടെയാണ് പാർട്ടിയുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു.